ചില വ്യക്തികളുണ്ട് മറ്റുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ പോലും അവരിൽ വലിയ രീതിക്ക് ഒരു 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 ഇമോഷണലി വലിയ രീതിക്ക് ഫീൽ ആവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ HSP ഹൈലി സെൻസിറ്റീവ് പീപ്പിൾസ് ആണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് റീചെക്ക് ചെയ്യണം. നിങ്ങൾ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ള റീചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടോളൂ കേട്ടോ. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, മുഖഭാവങ്ങൾ പോലും ഈ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര രീതിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെയാണ് നമ്മൾ ഹൈലി സെൻസിറ്റീവ് പീപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരിൽ ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും അവർക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് ഫീൽ ആവുക, അതിൽ അവർ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കാണുന്നവർക്ക് തോന്നും എന്താ ഇപ്പോൾ അവർക്ക് അയാൾക്ക് ഇത്ര പെരുമാറേണ്ട, അല്ലെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം, എന്തിനാ അത്ര വിഷമിക്കേണ്ട ആവശ്യം, എന്തിനാ അത്ര ദേഷ്യം പിടിക്കേണ്ട ആവശ്യം എന്നൊക്കെ അവർക്ക് ഇങ്ങനെ ഫീൽ ആവും കാണുന്നവർക്ക്. പക്ഷേ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വലിയ ഇഷ്യൂ ആയിരിക്കും. എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യമാണെന്നുണ്ടെങ്കിലും അവർക്കത് വലിയ രീതിക്കുള്ള പ്രശ്നമായിരിക്കും. ഒരാൾ മുഖം തിരിച്ച് നടന്നാലോ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുഞ്ഞു വാക്കുകൾ വന്നാലൊക്കെ പ്രശ്നമായിരിക്കും. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നല്ല തിരക്കുള്ള സ്ഥലത്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പം നല്ല തിരക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാർക്കറ്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളോ അങ്ങനെ എന്തെങ്കിലും നല്ലോണം തിരക്കുള്ള ക്രൗഡുള്ള സ്ഥലത്ത് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് പുറത്ത് വരാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. എങ്ങനെയെങ്കിലും ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പുറത്ത് പോയാൽ മതി. അവർക്ക് എപ്പോഴും കാമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാനായിരിക്കും അവർക്കിഷ്ടം. ഒരിക്കലും കംഫർട്ട് അല്ലാത്ത കുറേ ക്രൗഡിനിടയിൽ ഇരിക്കാൻ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം മറ്റുള്ള വ്യക്തികളുടെ ഒരു നോട്ടമോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഭാവമോ ഒന്നും ഇവർക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എന്താ ഇപ്പോൾ അയാൾ എന്നെ അങ്ങനെ നോക്കിയത്, അല്ലെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള നോട്ടങ്ങളും ഭാവങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ സംസാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ പെട്ടെന്നുള്ള പ്രതികരണങ്ങളൊന്നും ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് താങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ചില വ്യക്തികളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ തിരക്കുന്നൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും, അല്ലേ. അപ്പോൾ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതിയിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ ഇത്തരക്കാർക്ക് വേഗം കിട്ടും. ഇപ്പോൾ സ്മെല്ലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സൗണ്ട് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അത് അവർ ആസ്വദിക്കുകയും ചെയ്യും. സാധാരണ ഒരു വ്യക്തി ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആസ്വദിക്കുകയും കേൾക്കുകയും ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പല റേഞ്ചിലും ഉണ്ട് കേട്ടോ. പലർക്കും ഭയങ്കര രീതിക്ക് ഇറിറ്റേഷൻ ആയിക്കോണമെന്നില്ല. പക്ഷെ ചിലർക്ക് ഇറിറ്റേഷൻ മാത്രമായിട്ടില്ല, ഭയങ്കര രീതിക്ക് മോശമായിട്ടുള്ള അവസ്ഥയുണ്ടായിരിക്കും. അപ്പോൾ നോർമലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. വലിയൊരു രീതിക്ക് അത് പോവില്ലെങ്കിലും പക്ഷെ അവർക്ക് ഭയങ്കര രീതിക്കുള്ള ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും. ചിലർക്ക് അത് പാനിക് അറ്റാക്ക് ആയിട്ട് മാറുന്നവരുണ്ട്. ചിലർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ഭയങ്കര ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ചില വ്യക്തികളൊക്കെ പറയുന്നുണ്ട് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇൻട്രോവേർട്സ് ആണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇൻട്രോവേർട്സിൻ്റെ കുറേ കാര്യങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിലും ഉണ്ട്. കുറച്ച് സിമിലാരിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നല്ലാണ്ട് ഇൻട്രോവേർട്സ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ നോട്ടം പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇൻട്രോവേർട്സും ഹൈലി സെൻസിറ്റീവ് പീപ്പിൾസും സെയിം ഒന്നുമല്ല, കുറച്ച് സിമിലാരിറ്റീസേ ഉള്ളൂ. ഇപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ചോദിച്ചാൽ നത്തിങ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്തുണ്ടായ കുറച്ച് അനുഭവങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജനറ്റിക്കലി ഉള്ള കുറച്ച് സിമിലാരിറ്റീസ് ആയിരിക്കാം, അങ്ങനെയൊക്കെ വരുന്നതാണ്. ഒരിക്കലും ഇൻട്രോവേർട്സ് ഒന്നും സെയിം അല്ല. അപ്പോൾ ഈ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ സൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ഇത്തരക്കാരിൽ ഈ സ്മെല്ല്, അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് ഇവർക്ക് ഇതെല്ലാം കേൾക്കാനും കാണാനും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് ഇതെല്ലാം ഫീൽ ചെയ്യുന്ന കൂട്ടരായിരിക്കും. അതുപോലെ തന്നെ ഈ സൗണ്ട്സ് ആയാലും ഈ കാണുന്ന കാര്യങ്ങളായാലും ഇവരിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളിൽ വരുന്നത്. പിന്നെയുള്ള ഒരു കാര്യം, നമ്മൾ ഡെയിലി ലൈഫിൽ ചിലപ്പോൾ ഇന്നുള്ള പോലെ ആയിരിക്കില്ല നാളെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ ലൈഫിൽ ഇങ്ങനെ വന്നോളുന്നുണ്ട്, അല്ലേ. അപ്പോൾ ഈ ഡെയിലി ലൈഫിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ പോലും ഇത്തരക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പൊരുത്തപ്പെടാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് പൊരുത്തപ്പെടാനും കാര്യങ്ങളൊക്കെ. കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ പോലും അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല.
നടക്കില്ല, അത്രക്കാരായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്സാര കാര്യങ്ങൾ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് അതിൽ ഇറിറ്റേഷൻ ആയിക്കൊണ്ട് അതിൽ കരയുക, അല്ലെങ്കിൽ ഇമോഷണലി വീക്ക് ആവുക, ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തിനാ ഇത്ര ചെറിയ കാര്യത്തിനെ കുട്ടി ഇത്രയും ഫീൽ ആവേണ്ട ആവശ്യം നമുക്ക് ചിലപ്പം തോന്നുമായിരിക്കും. പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾ കൂടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പെട്ടെന്ന് ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് പുറത്ത് ചാടണം എന്നുള്ളൊരു മൈൻഡിലായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജസ് ആയാലും നോട്ടമായാലും ഭാവമായാലും അതൊന്നും ഇത്തരക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും, കംഫർട്ടില്ലായ്മ ഉണ്ടായിരിക്കും, ഒരു ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഇതൊന്നും ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ നോക്കിയാൽ പോലും ഇവർക്ക് പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ എന്നെ നോക്കിയിട്ടുണ്ടാവുക? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അവരെന്താ എന്നെ അങ്ങനെ കണ്ടത്? അവരെന്തിനാ എന്നെ അങ്ങനെ നോക്കിയത്? എന്തിനാ അങ്ങനെ സംസാരിച്ചത്? അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരിക്കും, അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോയി, എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ വേണ്ടി പുറത്ത് പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മൂഡ് ഉണ്ടല്ലോ, ഒരു സെലിബ്രേഷൻ മൂഡ്, ആ ഒരു വൈബ് ഉണ്ടാകുമല്ലോ. ആ ഒരു ആഘോഷങ്ങളിൽ നടന്നിട്ടുള്ള ആ ഒരു മൂഡിൽ നിന്നും പെട്ടെന്ന് ഇവർക്ക് പുറത്ത് ചാടാൻ പറ്റിക്കൊള്ളുന്നില്ല. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞ് വീടുമായിട്ടൊക്കെ കുറേ സമയം ഇടപഴകിയാലായിരിക്കും ഇവർ ആ മൂഡിൽ നിന്ന് പുറത്ത് വരുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഇവർക്ക് ആ ഒരു പോയ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ ഇത്തരക്കാർക്ക് പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ആൻസൈറ്റി ഇഷ്യൂസും അല്ലെങ്കിൽ കംഫർട്ടില്ലായ്മയും ഒക്കെ ഈ HSP ഹൈലി സെൻസിറ്റീവ് പീപ്പിൾസിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സയൻസ് ഒക്കെ നിങ്ങളിലും ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് കരയുന്നവരാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളൊരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എത്രക്കാരാണെന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് റീതിങ്ക് ചെയ്തിട്ടൊന്ന് കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത് എൻ്റെ ഇതിലുണ്ടല്ലോ, ഞാനിങ്ങനെ ആണോ അല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ. എനിവേ, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്.